ആ ഇന്ന് ക്ലാസ്സില്ലേ? ആ ഉണ്ട്, പോവാ. ആ എനിക്ക് ചായ കിട്ടിയോ ദിനേശാ? ആ ഞാൻ കുടിക്കാണ്. ആ ഇന്നെന്താ പരിപാടി? പുതിയ അപേക്ഷ എന്താ വന്നിക്കണോ? ആ ഇന്ന് 2 അപേക്ഷ കിട്ടിയിട്ടുണ്ട്. ഒന്നും നമ്മളെ പഠിക്കപ്പുറത്ത് സുരേഷിന് വീടിന് പെർമിറ്റ് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അതേ നമ്മക്കേ ടൗൺ പ്ലാനിങ് ഓഫീസ് പോയി ശരിയായി കൊടുക്കാന്ന് പറഞ്ഞേക്ക്. പിന്നെ കോഴിക്കോടൻ കുന്നിലെ റെസിഡൻസിന്റെ ഒരു കത്തുണ്ട്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല അറിഞ്ഞു. അത് നമുക്ക് ഉച്ചക്കേശം ഏച്ചിനൊന്ന് കാണാം. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മളെ കോയമ്പത്താട്ടിലെ നാനാട്ടിന്റെ ഭാര്യ രുക്മിണിയെ തിന്നെ വന്ന് കണ്ടി 4-5 മാസമായിട്ട് പെൻഷൻ ഒന്നും കിട്ടില്ലെന്നോ മരുന്നൊക്കെ വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നോ മക്കളൊന്നും നോക്കില്ല. എനിക്കറിയണത് ഈ ഒരു കാര്യം ചെയ്യും. ഞാനൊരു 5000 റുപ്യ തരാം. അതുപോലെ കൈമ കൊണ്ടു കൊടുക്ക്. പെൻഷനൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് പറയും. അത് കിട്ടിയിട്ട് എനിക്ക് പൈസ തിരിച്ചെന്നാക്കട്ടെ. നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നത് ശരിയല്ലല്ലോ. അതിനല്ലല്ലോ ഓലിനെ ജയിപ്പിച്ച്. ഇങ്ങോട്ട് വാ. കുറുക്കൻതൊടിയിലെ ഗോപാലട്ടം മരിച്ചിരിക്കണോ? ആ അവിടെ ഒന്ന് കയറണോ? അതേ നമ്മുടെ വീട്ടിൽ ആരോപണം കൊണ്ടുവരാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാടെ. അത് ശ്രദ്ധിക്കണോ? മറ്റോനെ നമ്മൾ ചാക്കിലാക്കാൻ നോക്കണോ? എന്താ വേണ്ടി ചില്ലറ നമുക്ക് കൊടുക്കാം. മോനെ ദിനേശാ ഈ വണ്ടി സൈഡാക്ക്. എന്താ ഓലട്ടാ? കിണറിലെ വെള്ളമൊക്കെ വറ്റി. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. അസ്രപ്പന്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോ വെള്ളം കൊണ്ടുവരുന്നത്. അത് ശരി. നമ്മളെ പൈപ്പ് കണക്ഷൻ എന്താ മോനെ ശരിയാവും? ഗോപാലട്ടാ, സാധാരണ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാലാണ് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുത്തിപ്പൊളിക്കുക. അതെ, നിങ്ങളെ വീടടക്കം ഒരു 6 വീടും കൂടി കണക്ഷൻ കൊടുക്കാണ്ട്. അത് നമുക്ക് ശരിയാക്കാം. ദിനേശാ ഈ മജീദിനെ വിളിച്ചിട്ടേ ഒരു 1000 ലിറ്റർ വെള്ളം മൂപ്പര വീട്ടിൽ അടിച്ചു കൊടുക്കാൻ പറയും. പൈസ നമുക്ക് കൊടുക്കാം. ഇപ്പൊ സന്തോഷമല്ലേ ഗോപാലേട്ടാ? എന്നാ പോയിക്കോ. മജീദ് കാ, നമ്മളെ ഗോപാലേട്ടന്റെ വീട്ടിലേക്ക് വട്ടോളി 500-ന്റെ 2 ടാങ്ക് വെള്ളം, ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം അടിച്ചോളി. പിന്നെ കൗൺസിലറെ പേര് ടാങ്കിന്റെ പുറത്തൊട്ടിക്കാൻ മറക്കണ്ട. ഓക്കെ ശരി. അല്ലടോ, 1000-ന്റെ ഒരു ടാങ്ക് പോരേനോ? ഇത് എന്തിനാ 2 ടാങ്ക് ആക്കി? ഇത് ചെലവ് ജാസ്തിയല്ലേ? മനസ്സിലായില്ല. 500-ന്റെ ആകുമ്പോൾ 2 ടാങ്ക് അടിക്കും, ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം. ആളുകൾ കാണട്ടെ, എലക്ഷൻ ആവാനായില്ലേ? അത് ശരിയാ. ഈ നല്ല മുന്നേറ്റം നടത്തി എന്റെ കൂട്ടത്തിലടുത്ത് വിളക്കം പഠിച്ചില്ലേ? ഒരു മിനിറ്റേ. ആ 30 ലക്ഷം ഉറുപ്പിൻ്റെ വർക്കല്ല ചങ്ങായി എനിക്ക് ഞാൻ തന്ന്. ഈ അതിൻ്റെ വീതം ഇതുവരെ എനിക്ക് എത്തിച്ചിരുന്നില്ലല്ലോ. എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി ഇവിടെ പകുതിക്ക് നിന്ന് നടക്കുക. അത് കിട്ടിയാലൊന്ന് സ്പീഡാവും. ആയിക്കോട്ടെ, ഓക്കെ, ഒന്ന് സ്പീഡാക്കി കിട്ടോ? ശരി. അപ്പം എൻ്റെ കാര്യമോ? ഇത് കിട്ടട്ടെടാ, ഒന്നെടുത്ത് തരൂ. എന്നാ പോവാ. ആ പോവാ. എടാ നമ്മളെ സുധി എവിടെ പോയി? ഏടെ വെള്ളടിച്ചെടുക്കണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കല്ലേ? ഈ എവിടെ പോയി കിടക്കാടോ? പനിയോ? എടാ ഈ തരികിട് ഒഴിവാക്കിട്ടോ. ഇന്നലെ പള്ളർച്ചും കുടിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആയിക്കോട്ടെ, വെച്ചോ. മനസ്സൂറേ, അവന് പനിയാണോ അല്ലേ? ഓഫായി പോയിണ്ടാവും. പക്ഷെ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ അങ്ങനെ തന്നെയാ. പിന്നെ വിലട്ടാ, ഇമ്പക്ക് ഇവിടെ ക്ലീനായി കഴിഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കണമെന്ന്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം തന്നെയാ. ചില സ്ഥലത്ത് ബോർഡ് വെച്ചാലേ അതിന് ചോട്ടിൽ തന്നെ ചില നാറികൾ വേസ്റ്റ് കൊണ്ടിട്ടേക്കൂ. അത് പറഞ്ഞു കറക്റ്റാ, പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ബോർഡ് എന്തായാലും ഇപ്പൊ വെക്കാം. എനിക്ക് വിശക്കുണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചാലോ ഒന്ന് ഉഷാറാവൂ. എനിക്ക് തിന്നണ വിചാരം തന്നെ ഉള്ളല്ലോ. ആ പിന്നെ തിന്നണ്ടേ? എന്നിട്ട് തന്റെ ശരീരത്തിലൊന്നും കാണുന്നില്ലല്ലോടാ. ആരോഗ്യ ശരീരം ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ മനസ്സൂറേ, 24 മണിക്കൂർ ഇങ്ങനെ തിന്നണം എന്ന് വിചാരിച്ച് നടക്കല്ലേ. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഇതേ ഒരു പൊതുപ്രവർത്തന. നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? അല്ല പിന്നെ നല്ല പൊതുപ്രവർത്തന. 26-ാം തീയതി എലക്ഷനാണ് വരുന്നത്. ഇതൊന്നും ആരും അറിയില്ല എന്ന അവന്മാർ വിചാരം. ഇതൊക്കെ നാട്ടുകാരെ കണ്ടുപിടിക്കാനാ. മീറ്റിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അല്ലേട്ടാ. ഒന്ന് വേഗം നോക്കിന്ന്. ഇത് കഴിഞ്ഞിട്ടുമ്പോ കുന്നിന്റെ മുകളിൽ കുറെ കുപ്പിയൊക്കെ പെറുക്കാണ്ട് എല്ലാരും ഉഷാറാക്കി. അത് ഇന്ന് നടക്കൂലട്ടോ. അടുത്ത ഞായറാഴ്ച നോക്കാം. അവിടെ കുറെ പെറുക്കാണ്ടെന്ന്. ആൾക്കൂട്ടോ ഒന്ന് സിടാക്ക് നിർത്ത്. അവിടെയാണ് ഇപ്പൊ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു സ്ഥലം. അതായിരുന്നാണ്ട് വാർഡ്? വാർഡുങ്ങളെ വാർഡ് 5. ഇന്റെ വാർഡൊന്നല്ലട, 6-ാം വാർഡാണ്. 6-ാം വാർഡാ കോൺക്രീറ്റിന്റെ അപ്പുറത്ത് മുതലാണ്. നിങ്ങൾ എങ്ങനെയാ അവിടുന്ന് ജയിച്ചേ? അതൊക്കെ പിന്നെ പറയാ. ആരൊക്കെയാണ് പോയി? അത് ആ നീളമുള്ള അശോകന്റെ മോൻ ഭാഗ്യരാജ്, പിന്നെ ആ ചെറുതാക്കണ സെയ്തൽവിക്കന്റെ മോൻ മൻസൂർ, പിന്നെ മറ്റോനെ ഞാൻ കണ്ടുപരിചയൊന്നുമില്ല. ആയിക്കോട്ടെ,
വണ്ടി ഒന്ന് സൈഡാക്ക്. ഇവിടെ side ചെറിയൊരു പണിയുണ്ട്. ഇവിടെ സൈഡാക്കാം. ഒരു കളി ഞാൻ കളിക്കും. ആ. ഈ വീഡിയോ എടുക്കണം കേട്ടോ. ഓ അതൊക്കെ ഞാനായിട്ട്. നമുക്ക് മൈലേജ് ഉള്ളൊരു പണിയാണ്. വാ അവിടേക്കിന് മാൻസൂറേ, ഭാഗ്യ, ആ എന്തൊക്കെയാ അൻവർക്ക? എല്ലാരും ഉണ്ടല്ലോ. നന്നായി മക്കളെ. നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാരിന്റെ വാർഡിലുണ്ടല്ലോ. അതിന് എനിക്ക് തന്നെ ഒരു അഭിമാനാ. ഞാനും ഉണ്ടോ നിങ്ങളെ കൂടുതൽ. ആയിക്കോട്ടെ. എന്നാ ദിനാശ ഷർട്ടൊന്ന് പിടി. ഞാൻ പല കൂടുതൽ കൂടിയില്ല, പിന്നെ ഞാൻ എന്ത് കൗൺസിലറാണ്ടോ. എന്നാ വീഡിയോ എടുക്കേ. ഉറപ്പല്ലേ? വരി മക്കളെ. ചാക്ക് പിടിച്ചു കൊടുക്കടാ. ചാക്ക് പിടിച്ചു. ഇലക്ഷനൊക്കെ ആയല്ലോ. അതാ നാട്ടിലൊക്കെ. ഏതാ മോനെ? അന്നെനിക്ക് മനസ്സിലായില്ല. ദിനേശ, ഓ സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഒരാഴ്ചക്കാലം നമ്മുടെ വാർഡിൻ്റെ ശുചീകരണ പ്രവൃത്തിയിലാണ്. 5-ാം വാർഡ് മാലിന്യ വിമുക്ത വാർഡാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പാർട്ടി പ്രവർത്തകരോടൊപ്പം കൗൺസിലർ അൻവർ സാദിഖ്. കട്ട് ചെയ്ത് അമ്പളും പാർട്ടി പ്രവർത്തകരായോ? ₹1000 കൊണ്ടാ. ഉണ്ടല്ലോ ചില്ലറ എന്താ കിട്ടുന്ന കേസാണ്. എന്നാ ഭാഗ്യ, ഇത് ₹1000 ഉണ്ട്. നിങ്ങളൊക്കെ പോയി ഭക്ഷണം കഴിക്കും. നിങ്ങൾ നല്ല കുട്ടികളാട്ടോ. എന്നെ മറന്നോണ്ട. അൻവർ സാദിഖ്. ഓക്കെ ഓട്ടോ. ഓക്കെ. ഇപ്പം തന്നെ ഫേസ്ബുക്കിലിടേ. ആ ഓക്കെ. 5-ാം വാർഡ് മാലിന്യമുക്തിയിലേക്ക് പോരെ. മതി. ആ എൻ്റെ കൈമേൽ കഴുകാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇല്ലില്ല. ഡെറ്റോളട്ടോ. നോക്കിയിട്ട് കാര്യമില്ല. ഇലക്ഷനൊക്കെ വരില്ലേ? മണത്തിട്ട് ചെയ്യാ. വേണ്ടില്ലേ ഇനി പണ്ടാരോ. പോന്നാല് ഏത് ചങ്ങായിമാർ വൃത്തിട്ട പണി ചെയ്യുന്നത്? അൻവർക്കാന്ന് വിളിക്കട്ടെ. ആ അൻവർക്ക, ഇന്നലെ ഇവിടെ വൃത്തിയാക്കിയ സ്ഥലത്ത് ആരോ കൊണ്ട് വേച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ വരി, ഞാൻ അവിടെ ഉണ്ട്. ആ ഓക്കെ. എന്താ കേട്ടാ? നോക്ക് മൻസൂർ, എമ്പോഴും നല്ല വൃത്തിയാക്കിയ സ്ഥലമല്ലത്. ആരീ പണി ഇത്? ഇതിങ്ങനെ വിട്ടാ ശരിയാവല്ലോ. ഞാൻ കൗൺസിലർ വിളിച്ചിട്ടുണ്ട്. മൂപ്പരും കൂടെ വരാറിരിക്കുന്നത്. വല്ലാത്ത മനുഷ്യന്മാര് തന്നെയാട്ടോ. അതാ വരുന്ന കൗൺസിലർ വരുന്നതാ. അൻവർക്ക, മൻസൂർ അജി പണിക്ക് പോരുണ്ടോ? നിക്ക് ഒരു മിനിറ്റ്. അൻവർക്ക, ഇത് നോക്കി നിങ്ങള്. ആ. എന്തായാലും നമ്മള് വൃത്തിയാക്കിയ സ്ഥല. ഏതൊരു ചെങ്ങ ചെയ്തിച്ച പണിയുണ്ടോ? അയ്യടാ, ഈ എരപ്പ പണി പാര ചെയ്തേ. ഞാൻ നോക്കിയിട്ട് നോക്കി ഒറ്റ മാർഗ്ഗേ കാണുന്നുള്ളൂ. ആ. ഒരു CCTV വെക്കുക. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ നിങ്ങൾ അത് ചെയ്തു തന്നേ മതിയാവുള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. മൂപ്പര് ചെയ്ത് തരും. ദിനേശ വാ. ആരെ വിളിക്കാൻ പോണ? സ്മൈൽക്കാ, സ്മൈൽക്കാ. ചെറിയൊരു വിഷമുണ്ടോ? എൻ്റെ വാർഡിലേക്ക് കുറച്ച് CCTV വേണം. അതിന് നിങ്ങൾ ₹1,00,000 തരണം. അത് നിങ്ങൾ വിഷയാക്കണ്ട. നിങ്ങളെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റും കടലാസും കംപ്ലീറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു. നാളെ വന്നാൽ കിട്ടും. അയ്യ ഒരു ചൊറയില്ലാന്ന് ഞാനാടല്ലേ. ആ ഞാൻ രാവിലെ അന്ന് പൈസ വാങ്ങിക്കോളാം. ഓക്കെ. ഓ ശരി. ആ ₹1,00,000 അറിഞ്ഞില്ല. ആ ₹25,000 CCTV. ആ. ₹5,000 എനിക്ക് തരൂ. എന്തേ പോരെ? പോരാ. എന്നാ 10,000 തരാം. ആ. കൂടുതൽ വർത്താൻ പറയണ്ട. ഇല്ല. എന്നാലേ വീഡിയോ എടുത്തോളേണ്ടി. ഓ ഓക്കെ. CCTV ഒക്കെ ഓക്കെ ആക്കിന് കേട്ടോ. നാളെ തന്നെ നമ്മൾ വെച്ചാളാ. എന്നാ വീഡിയോ എടുത്തോ. ഓക്കെ. ഇങ്ങോട്ട് വാഗേക്കോ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ ഇവിടെ വൃത്തിയാക്കിയ സ്ഥലത്ത് ഇന്നും കുറച്ച് സാമൂഹിക രോഗികൾ കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം എന്ന നിലയ്ക്ക് എൻ്റെ സ്വന്തം ചെലവിൽ ₹25,000 മുടക്കി ഇവിടെ CCTV വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. എന്നാ പോവാ. നമുക്ക് നയിച്ചു നോക്കിയാലോ നാല്. ഇപ്പോൾ ഫേസ്ബുക്കിലിടണ്ട കേട്ടോ. പൈസ തന്ന സ്മൈലേ ഫുൾ ടൈം ഫേസ്ബുക്കിലാണ്. നമ്മളെ തരികിട പൊട്ടി പോകും. 2 ഫ്ലക്സ് വെച്ചാളാ. CCTVക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ച കൗൺസിലർ അൻവർ സാദിഖിന് അഭിനന്ദനൻ. മതി. പോരെ. മൻസൂർ അജി പണിക്ക് വരണ്ടോന്ന്? നാട്ടിൽ ഇത്രയും വലിയ ഭക്ഷണം എടുക്കാൻ പണിക്ക് പോവാ. ഇജി വയ്ക്കുന്നാല്. എൻ്റെ ഫോട്ടോ വെക്കണേ. ഉറപ്പല്ലേ? ചാവിയുടെ ഇജി വരല്ലേ വരണ്ട, ഞാൻ പോവാ. ആ വിട്ടോ. മൂപ്പരില്ലേ ഇവിടെ? അൻവർക്കാ. ആ ആ
എന്തൊക്കെയാടാ ഇതെന്താട്ടോ? നിങ്ങൾക്ക് മൂലക്കുരുവിൻ്റെ തരാറുണ്ടേനിയോ? ഏ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിങ്ങളെ മൂലക്കുരുവിന് ചികിത്സിച്ചതിൻ്റെ ഷീട്ടാ. പിടിച്ച് ഇത് മൂലക്കുറിന് കാണിച്ചാൽ ഇത് മൂത്രക്കലിന് കാണിച്ച ഷീട്ടാണ്ടോ? ഇതേ നിങ്ങളെ മോളെ ട്യൂഷൻ ഫീസ് അടിച്ചതിൻ്റെ ബില്ലാണ്. ഈ വീടിൻ്റെ കറണ്ടിൻ്റെ ബില്ലടച്ചതിന് KSEB കിട്ടിയ റെസീറ്റാ അത്. നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതൊക്കെ ചാക്കി കെട്ടി കൊണ്ടിട്ട് ആരും അറിയില്ലെന്നോ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാന്ന് കണ്ടേ? എന്നാ ശരി. നിക്കി മക്കളെ പോലി. വീഡിയോ പിടിക്കാം. ഈ ഹരിതകർമ്മസേന പറഞ്ഞ സംവിധാനം എന്തിനാ നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇമാരി തോന്നിയ ദിവസം കളിക്കുക. നിങ്ങൾ പുറത്തേക്കല്ലേ ഇറങ്ങുക, ബാക്കി നമുക്ക് അവിടെ കാണാം കേട്ടോ. അതാ നല്ലത്. പൊന്നാര മക്കളെ ചതിക്കല്ലേ. തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് വരാനായിക്കണ്. ഈ പ്രാവശ്യം നമ്മളെ പാർട്ടി തന്നെയാണ് അധികാരത്തിൽ വരിക. വന്നാല് നിങ്ങൾക്ക് രണ്ടാൾക്കും കോർപ്പറേഷനിൽ ക്ലീനിങ്ങിന്റെ ജോലി ഈ അൻവർ വാങ്ങിത്തരൂ. എൻ്റെ വാക്കാ. ഉറപ്പാണോ? ഉറപ്പ്. വേസ്റ്റ് അടുത്തോ അൻവർക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഇനി മേലിൽ ഇമാരി ചെറ്റ പരിപാടികൾ ചെയ്യരുത്. ഒരിക്കലും ഇല്ലടോ. അതാണ് ഞങ്ങൾ അതിനെ കൊണ്ട് മാത്രം നിങ്ങൾ മനസ്സിലായതാ. മനസ്സിലാക്കുന്നു. എന്നാ പോയി പോട്ടെ. പോട്ടറാ. ഓ ഇവിടെ ഇനി എന്താക്കും. ഇവിടെയൊക്കെയാണ് സിമെന്റ് ഇട്ടിക്കണ്. ഇത് ഏടെ കുഴിച്ചിടൂ. ഇനി ഹരിത കർമ്മസേന എന്നെ വിളിക്കല്ലേ ദിനേശ? അതാ നല്ലത്. എന്തൊക്കെ ഫേസ്ബുക്കിലിടണ്ടേ? ചേട്ടനൊക്കെ നടത്തി തരും ഞാൻ. ഇത് കൊണ്ടുപോയി ഫേസ്ബുക്കിൽ ഇട്ടിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുക. നിങ്ങളെ കൂടെ എത്ര കളയാൻ നടക്കണേ? എനിക്കൊരു പണി നിങ്ങൾ ശരിയായി തന്നോ? ഇന്നലെ കണ്ട ആ ചെക്കന്മാർക്ക് പണിയെടുക്കാറിഞ്ഞില്ല. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ ശരിയായി തരാം. ഈ ഓലോട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ആ നമ്മുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഓൽക്ക് ജോലി. ആ അപ്പൊ വരൂലേ? ഈ പോക്ക് പോയാൽ ഏടെ വരാനാണ്.